ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലേദിവസം രാത്രി 8 മണിക്ക് ശേഷമാണ് ഞാൻ മാവ് അരച്ച് വെച്ചത്. രാവിലെ നീറ്റ് അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇഡ്ഡലിൻ്റെ മാവിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ ഇഡ്ഡലി ചുടണത് എങ്ങനെയെന്ന് നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തരാണ്, കാണിച്ചു തരാണ്. നിങ്ങളൊക്കെ ചെയ്യലുണ്ടാവും. ഇതേപോലെ ഇഡ്ഡലിൻ്റെ പാത്രം ഉണ്ടല്ലോ, നമ്മൾ ഇഡ്ഡലി പാരുന്ന, അതിലാദ്യം എണ്ണ തേച്ചിട്ട് ഞാൻ അതൊന്നിങ്ങനെ ചൂടാക്കിയെടുക്കും. ഇഡ്ഡലി ചെമ്പട്ടിക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം ഇറക്കി വെക്കും. അതിൽ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് തിളക്കണം. നല്ല വെള്ളം തിളച്ച് വന്നിട്ട് ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുക്കും. ഇത് 3 ഇറക്കി വെക്കണത്, 4 പാത്രം അതുള്ള കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ചൂടാക്കാതെയാണ് ഉണ്ടാക്കണത്. 3 നല്ല ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചൂടാക്കിയതിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ. വേണമെങ്കിൽ സൈഡിൽ നിന്നൊന്ന് നമ്മളിങ്ങോട്ട് തോണ്ടി കൊടുത്താൽ മതി, പിന്നെ നമുക്ക് നല്ലപോലെ കണ്ട് കിട്ടും. അപ്പോൾ ഈ പാത്രത്തിൽ വല്ലാണ്ട് പിടിച്ചിട്ടില്ലല്ലോ, കണ്ടില്ല നിങ്ങൾ. ഇത് നമ്മൾ ചൂടാക്കാതെ ഉണ്ടാക്കിയ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാതെ എടുത്തതാണ്. അതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ടില്ല, സൈഡ് മാത്രം. പക്ഷേ ഇഡ്ഡലി എന്നാലും നല്ല പോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്? ഈ പാത്രത്തിൽ എണ്ണ തേച്ച് ചൂടാക്കിയിട്ട് ചൂടാക്കാതെ ഉണ്ടാക്കണവരും ചൂടാക്കിയിട്ട് ഉണ്ടാക്കണവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കൊണ്ട്. ഇത് ചൂടാക്കാതെ ഉണ്ടാക്കിയതാട്ടോ, എണ്ണ തേച്ചിട്ട് ചൂടാക്കാതെ ഉണ്ടാക്കിയത്. ഇതിന് മുന്നേ കാണിച്ചത്, തൊട്ട് മുന്നേ കാണിച്ചത് ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാല് വെച്ചിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ രണ്ടാമത്തെ തട്ടും ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, എണ്ണ തേക്കാതെ വെച്ചാൽ, ചൂടാക്കാതെ വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഇഡ്ഡലി എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ പറ്റിപ്പിടിക്കും. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ചിട്ട് ചൂടാക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ തേച്ച് ചൂടാക്കിയെടുത്താൽ നല്ല വൃത്തിക്ക് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. എണ്ണ തേച്ചിട്ട് ചൂടാക്കാതെ വെച്ചാൽ നല്ലോണം അതിൻ്റെ അടിയിലുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാനിങ്ങനെ പരിചയപ്പെടുത്തി കാണിച്ചു തരാണ്. ഇഡ്ഡലിൻ്റെ റെസിപ്പി, മാവിൻ്റെ റെസിപ്പി അറിയണമെന്നുള്ളവരൊന്ന് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഇക്കാരം, നല്ല സോഫ്റ്റ് ഇക്കാരം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം ചട്നി സാമ്പാറൊക്കെ റെഡിയായി. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ